മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT. ശ്രീകോവിൽ വാതിലുമായി ബന്ധപ്പെട്ട തട്ടിപ്പിലെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഇതിനാൽ റാന്നി കോടതിയിൽ അപേക്ഷ നൽകി. കേസിൽ മുരാരി ബാബു നൽകിയ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. നന്ദുഷ ചേരുന്നു. നന്ദുഷ, കസ്റ്റഡിയിൽ വാങ്ങുന്ന കാര്യത്തിന്റെ വിശദാംശങ്ങൾ. ഒപ്പം തന്നെ ഈ ജയശ്രീയെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഹൈക്കോടതിയാണ് സെഷൻസ് കോടതിയിലേക്ക് വിട്ടിരിക്കുന്നത്. അതിന്റെ വിവരങ്ങൾ, ഒപ്പം തന്നെ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കുമ്പോഴാണ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നത്. എങ്ങനെയാണ് SITയുടെ നീക്കങ്ങൾ? ധന്യ, SIT സംഘം അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്നു എന്നതിന് തെളിവാണ് ഇപ്പോൾ പുതിയ നടപടികളിലേക്ക് കടക്കുന്നത്. കാരണം ശ്രീകോവിലിന്റെ കട്ടളപ്പാളിയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരായിരുന്ന സുധീഷ് കുമാറിനെയും മുരാരി ബാബുവിനെയും വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കവുമായി SIT സംഘം മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഇരുവരും തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിലാണ്. വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് ഇനി SIT ആരംഭിക്കാനിരിക്കുന്നത്. ഇരുവരെയും ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് SIT സംഘം വെളിപ്പെടുത്തുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതെന്നും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് SIT സംഘം വെളിപ്പെടുത്തിയത്. ഈ ചോദ്യം ചെയ്യൽ ഫലവത്തായതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ കട്ടളപ്പാളി കേസിലും ഇരു പ്രതികളെയും, അതായത് മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ സുധീഷ് കുമാറിനെയും മുരാരി ബാബുവിനെയും വീണ്ടും ഒരുമിച്ചെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് SIT സംഘം കടക്കുന്നത്. അതോടൊപ്പം ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഇപ്പോൾ പത്തനംതിട്ട കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ പരിഗണിക്കും. അതിന് പിന്നാലെ മുരാരി ബാബു നാളെ പത്തനംതിട്ട റാന്നി കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയാണ്. ധന്യവാദം.